بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الحمد لله الذي نشر بقدرته البشر وصرف بحكمته وقدر وابتعث محمدا صلى الله عليه وسلم إلى كافة أهل البدو والحضر فأحل وحرم وأباح وحضر وابتلاه في بداية النبوة بمداراة من كفر فدخل دار الأرقم واختفى واستتر إلى أن أعز الله الإسلام برجال كأبي بكر وعمر فصلوات ربي وسلامه عليه وعلى جميع أصحابه الميامين الغرر ما هطلت الغمائم بتحتان المطر وما هدلت الحمائم على أفنان الشجر وسلم تسليما كثيرا على سيد البشر. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉന്നതങ്ങളിൽ നമ്മുടെ ഈ ഒരു മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഈ പുണ്യത്തിൻ്റെ വേദിയിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ വിശാലമായ ജന്നത്തിൽ ഒരിടമേക്ക് നമ്മളെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നരകത്തിയിൽ നിന്ന് നമ്മുടെ പിരടികളെ മോചിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അറിവും അദബും എന്ന വിഷയത്തിലാണ് ഇവിടെ സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അറിവിനേക്കാൾ അദബിനാണ് പ്രാധാന്യം.
അതിനാൽ അദബിൽ തുടങ്ങി അറിവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ച് അറിവുള്ളതോടൊപ്പം അദബുള്ളവരായി എങ്ങനെ ജീവിക്കാമെന്ന വിഷയത്തിൽ ചില ചരിത്രങ്ങൾ മനസ്സിലാക്കി ഈ ക്ലാസ് അവസാനിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അദബ് അതിൻ്റെ പ്രാധാന്യമോദി തുർജുമാനുൽ ഖുർആൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉത്ലുബുൽ അദബ് ഫഇന്നഹു സിയാദത്തുൻ ഫിൽ അഖൽ വദലീലുൻ അലൽ മുറൂഅ വമുഅ്നിസുൻ ഫിൽ വഹ്ദ വസാഹിബുൻ ഫിൽ ഗുർബ വമാലുൻ ഇൻദൽ ഖില്ല. വളരെ സുന്ദരമായ അറിവിനെക്കുറിച്ചുള്ള ഒരു വിവരണവും അതിനുള്ള ഒരു ആജ്ഞാപനവുമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ വന്നത്. ഉത്ലുബിൽ അദബ്, നീ അദബ് അന്വേഷിക്ക്. ഇതൊരു കൽപ്പനയാണ്, അറിവ് തേടാനല്ല, അദബ് തേടാനാണ് കൽപ്പന. അതിൽ പിന്നെ അദബിന്റെ ധർമ്മവും അദബിന്റെ മഹത്വവും അറിയിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അദബുണ്ടായാൽ എന്താ? അത് സിയാദത്തുൻ ഫിൽ അഖൽ, അത് ബുദ്ധിയിൽ വർധനവാണ്. വദലീലുൻ അലൽ മുറുഅ, മനുഷ്യത്വത്തിന്റെ തെളിവാണ്. വമുഅ്നിസും ഫിൽ വഹ്ദ, ഏകാന്തതയിൽ കൂട്ടുകാരനാണ്. വസാഹിബുൻ ഫിൽ ഗുർബ, അപരിചിതത്വത്തിൽ സഹചാരിയാണ്. വമാലുൻ ഇൻദൽ ഖില്ല, ഇല്ലായ്മയിൽ വല്ലായ്മയിൽ സമ്പത്തുമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, അദബുണ്ടായാൽ അത് ബുദ്ധിക്ക് വർധനവാണ്. അദബുണ്ടായാൽ അത് മനുഷ്യത്വത്തിന്റെ ലക്ഷണമാണ്. അദബുണ്ടായാൽ അത് മനുഷ്യന് ഏകാന്തതയിൽ കൂട്ടുകാരനാണ്. അദബുണ്ടായാൽ അത് മനുഷ്യന് അപരിചിതത്വത്തിൽ അവന്റെ സഹചാരിയാണ്. അദബ് ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കഥയോതുന്ന മനുഷ്യന് സമ്പത്താണ്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ അദബ് അഭ്യസിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും ഒരു മനുഷ്യ ജീവിതത്തിൽ അദബിൻ്റെ അത്യാവശ്യകതയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മളോട് പറയണം. അനസ് റളിയല്ലാഹു തആല അൻഹു ഒരു ഖുറൈശി യുവാവിനോട് വിദ്യ അഭ്യസിച്ച് ഉള്ള അദ്ദേഹത്തിന്റെ പുറപ്പാടിൽ ഉപദേശിച്ചു, യബ്ന അഖി ഉത്ലുബിൽ അദബ് ഖബ്ല അൻ തത്ലുബൽ ഇൽം, സഹോദര നീ അദബ് അന്വേഷിക്ക് അറിവ് അന്വേഷിക്കുന്നതിന് മുമ്പ്. ഒരു ഖുറൈശിയോട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപദേശം, നീ അറിവ് അന്വേഷിക്കുന്നതിന് മുമ്പ് അദബ് അന്വേഷിക്ക്. ഇത് മഹത്തുക്കളുടെയൊക്കെ നിർദ്ദേശങ്ങളാണ്. അതിൽ രണ്ടുപേരുടെ മൊഴികളാണ് ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് എന്ന പേരിൽ ഒരു മഹാൻ നമുക്കറിയാം. ആരാണ് അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്? ആര് പറയും സദസ്സിൽ? അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് സമ്മാനം ഉണ്ടാവും. ഇമാം ബുഖാരിയാണ് പറഞ്ഞത്. അബൂ ഹുറൈറ
അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് അത് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. ആ വിഷയത്തിൽ പലരും പ്രസിദ്ധരാണ്. ഇമാം ബുഖാരിയെ പറഞ്ഞ ആൾക്കൊരു സമ്മാനം ഒക്കെ പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുവന്നേക്ക്, കുറെ പുസ്തകങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് അദ്ദേഹം അദബിനെ കുറിച്ച് കുറെ പറയുകയും അതിനുശേഷം അദബുമായി ബന്ധപ്പെട്ട കുറെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ നൽകുകയും ചെയ്ത മഹാനാണ്. അദ്ദേഹം തന്നെയും പറയുന്നത്, ഞാൻ 30 വർഷം അദബ് പഠിച്ചു, 20 വർഷം അറിവും പഠിച്ചു. എന്നൊരു ഉത്തരം പറഞ്ഞ ആളാണ്. 30 കൊല്ലം അദബ്, 20 കൊല്ലം അറിവ്. അത് പഠിച്ച ആളാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറഞ്ഞത്, നമ്മൾക്ക് കൂടുതൽ അറിവിനേക്കാൾ വേണ്ടത് കുറച്ച് അദബാണ്. കുറെ അറിവല്ല വേണ്ടത്, പിന്നെയോ അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേണ്ടത് കുറച്ചെങ്കിലും അദബാണ് എന്നാണ്. കാരണം അദബിനുള്ള മഹത്വമാണത്. അദബില്ല എങ്കിൽ അറിവ് കൊണ്ടൊരു ഫലമല്ല. അപ്പോ ഇത്രമാത്രം മഹത്വമുള്ള ഒരു കാര്യമാണ് അദബെങ്കിൽ, എന്താണ് ഈ അദബ്? എന്താണ് അദബ്? അദബ് അഭ്യസിക്കണം, അന്വേഷിക്കണം എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞു. സുഹൃത്തെ, നീ അറിവ് അന്വേഷിക്കുന്നതിന് മുമ്പ് അദബ് അന്വേഷിക്കുക എന്ന് ഖുറൈശിയോട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറഞ്ഞു. എങ്കിൽ എന്താണ് ഈ അദബ്? അദബിന്റെ നിർവചനങ്ങൾ പലതാണ്. ഇമാം ബുഖാരിയുടെ സഹീഹിൽ കിതാബുൽ ആദാബിന്റെ ഷറഹിൽ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദബിന് നൽകിയ താരീഫ്, നിർവചനം, ഇസ്തിഅമാലു മാ യുഹ്മദു ഖൗലൻ വ അമല എന്നാണ്. ഒരാൾ പ്രശംസിക്കപ്പെടുന്നത് വാക്കായി പ്രവൃത്തിയായി ഉപയോഗിക്കലാണ്. അതായത് ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ പ്രശംസിക്കപ്പെടുമെങ്കിൽ, ഒരു പ്രവൃത്തി ചെയ്താൽ അതിൽ മറ്റുള്ളവരുടെ പ്രശംസ നേടുമെങ്കിൽ അതാണ് അദബ്. അതായത് ലോകമാന്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കലല്ല, പൊങ്ങച്ചത്തിന് പ്രവർത്തിക്കലല്ല. പിന്നെ ഒരാളൊരു വാക്ക് പറഞ്ഞു, ഓ നല്ലൊരു മനുഷ്യൻ, അയാളെ വാക്ക്. അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തു, നല്ലൊരു മനുഷ്യൻ, അയാൾ ആ ചെയ്തത്. ഇങ്ങനെ പ്രശംസനീയമായിട്ടുള്ളതായ വാക്കുകൾ, പ്രവൃത്തികൾ, അത് ഉപയോഗിക്കലാണ് അദബ്. അതാണ് ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദബിന് പറഞ്ഞ നിർവചനം. ചിലരെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെങ്ങായി പറഞ്ഞത് കേട്ടില്ലേ എന്നറിയും. അപ്പൊ അത് അദബല്ല എന്ന് മനസ്സിലായി. ചെയ്തിട്ടുണ്ടെങ്കിൽ ഓന്റെ ഒരു എരപ്പത്തരം എന്ന് പറയും. അപ്പൊ അത് അദബല്ല. എന്നാൽ പ്രശംസനീയമായത് പ്രവർത്തിക്കുമ്പോൾ, പറയുമ്പോൾ അതാണ് അദബ് എന്നാണ് ഇബ്നു ഹജർ പറഞ്ഞത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇജ്തിമാഉ ഖിസാലിൽ ഖൈർ ഫിൽ അബ്ദി മാഹിറൻ വ ബാത്തിന. ഒരു ദാസനിൽ അഹമഹ മികയ അഥവാ അകത്തും പുറത്തും നന്മയുടെ പ്രവണതകൾ സമ്മേളിക്കലാണ് അദബ്. ഒരാളിൽ നന്മയുടെ പ്രവണത അത് അകത്തും പുറത്തും സമ്മേളിക്കുന്നുവെങ്കിൽ അത് അദബാണ് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായത്. അപ്പൊ നന്മകൾ മനുഷ്യരിൽ സമ്മേളിക്കുക എന്നുള്ളതാണ്. നന്മ എവിടെയുള്ളത്? നന്മ ഉള്ളത് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമാണ്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മയിൽ ജീവിച്ച് മാതൃക കാണിക്കുവാൻ നമുക്ക് നിയോഗിതനായ പ്രവാചകനാണ്. ഈ നന്മകളെ പഠിച്ച് അത് പ്രയോഗവൽക്കരിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവും നന്മകളാൽ നമ്മൾ ധന്യമാക്കുക എന്നുള്ളതാണ് അദബ്. അത് ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇർവാഉൽ ഖലീലിൽ ഹസൻ എന്ന് വിശേഷിപ്പിച്ചു കൊടുത്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇപ്രകാരം കാണാം: ഇജ്അൽ ഫി ബൈതിക സൗത ഫഇന്നഹു അദബുൽ ലഹും. നീ നിന്റെ വീട്ടിൽ ഒരു വടി വെച്ചോ, അത് വീട്ടുകാർക്ക് അദബാണ് എന്ന് പറഞ്ഞു. വീട്ടിലൊരു വടി വെക്കുക, അത് വീട്ടിലുള്ളവർക്ക് അദബാണ് എന്ന് പറഞ്ഞാൽ എന്താ? അതുണ്ടാകുമ്പോൾ ഒരു പേടി ഉണ്ടാകും. അതിൻ്റെ അർത്ഥം വൈക്കോല് അല്ലും പോലെ കുട്ടികളെ പിടിച്ച് തല്ലാനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട വായിൽ നിന്നൊരു മൊഴി വന്നാൽ ആ മൊഴിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ജീവിച്ചു മാതൃക കാണിച്ചു എന്നുള്ളത് പ്രധാനമാണ്. അത് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് മാതൃക കാണിച്ചതെന്ന്. കുട്ടികളെ പിടിച്ച് തല്ലാനല്ല വടിയേക്കാൻ പറഞ്ഞത്. പിന്നെയോ ഒരദബ് ഉണ്ടാകാൻ അതൊരു അനിവാര്യതയാണ്, അതുകൊണ്ട് അവിടെ വെച്ചോ എന്നാ പറഞ്ഞത്. അദബ് പഠിപ്പിക്കാനാണ്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സലാസത്തുൻ യുഅ്തൗന അജ്റഹും മർറതൈൻ എന്ന് പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞു. 3 കൂട്ടർക്ക് അവരുടെ പ്രതിഫലം 2 തവണ നൽകപ്പെടും എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ ഒരാളെ പറഞ്ഞത് റജുലുൻ കാനത് ലഹു അമ. 2 പ്രതിഫലം കിട്ടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയാം. 2 കൂലി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുന്നവർ. അതിൽ ഒരാള് റജുലുൻ കാനത് ലഹു അമ, അയാൾക്കൊരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. ഒരു ഭൃത്യ. തിരുനബി പറയാണ് ഫഗദ്ദാഹ ഫഅഹ്സന ഗദാഅഹ, അല്ലെങ്കിൽ ഗിദാഅഹ വഅല്ലമഹ ഫഅഹ്സന തഅലീമഹ വഅദ്ദബഹ ഫഅഹ്സന തഅദീബഹ ثم അഅതഖഹ ഫതസവ്വജഹ. എന്താ? ഈ അടിമപ്പെണ്ണിനെ അയാൾ ഭക്ഷണം കൊടുത്ത് സംരക്ഷിച്ചു. ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണമാണ് കൊടുത്തത്. അതാണ് ഫഅഹ്സന ഗിദാഅഹ. ഭക്ഷണം മൂപ്പര് തിന്ന കോയിൻ്റെ കാലും പിന്നെ തിന്ന മീനിൻ്റെ മുള്ളും ഇതല്ല, അടിമല്ലേ, വൃത്തിയല്ലേ, എന്നാ ഓക്കെ അത് കിടക്കട്ടെ, അങ്ങനെയല്ല. പിന്നെയോ നല്ല ഭക്ഷണം കൊടുത്ത് ഗിദാ നന്നാക്കി. വഅല്ലമഹ ഫഅഹ്സന തഅലീമഹ, ഇൽമ് പഠിപ്പിച്ച്. എന്നിട്ട് ആ പഠിപ്പിക്കൽ നന്നായി പഠിപ്പിച്ച്. വഅദ്ദബഹ വഅഹ്സന തഅദീബഹ, അദബ് പഠിപ്പിച്ച്. അദബ് പഠിപ്പിക്കലും മാന്യമായിട്ട് നല്ല രീതിയിൽ മര്യാദകൾ പഠിപ്പിച്ച്. സുമ്മ അഅതഖഹ, എന്നിട്ട് ആ അടിമപ്പെണ്ണിനെ അയാൾ മോചിപ്പിക്കുകയും ഫതസവ്വജഹ, അതിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ മനുഷ്യന് 2 കൂലിയുണ്ട് എന്നാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പം നോക്കി നിങ്ങൾ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദബിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്, അദബ് പഠിപ്പിക്കുന്നതിൻ്റെ ആ മഹത്വം ഇവിടെ ഉണർത്തിയത് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണത്. ഇതേപോലെ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉഹദ് യുദ്ധാനന്തരം വിവാഹിതനായി. ഉഹദിൽ ജാബിർ റളിയല്ലാഹു തആല എൻ്റെ പിതാവ് മരണപ്പെട്ടു. ജാബിറിൻ്റെ വീട്ടിൽ ജാബിറിൻ്റെ കുറേ സഹോദരികൾ, പറക്കമുറ്റാത്ത വീട്ടു മെമ്പർമാർ ഒരു വിഷയമായി. വാപ്പ മരിച്ച്. അപ്പോൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ചത് ഒരു സയ്യിബത്തായ പെണ്ണിനാണ്. സയ്യിബത്ത് എന്ന് പറഞ്ഞാൽ എന്താ സയ്യിബ്?
വിധവ. ഇല്ല, വിധവയെയാണ് കല്യാണം കഴിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരം അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഹല്ലാ ബിക്രൻ തുലഇബുഹാ വതുലഇബുക്. ജാബിർ, നിങ്ങൾക്കൊരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? നിങ്ങൾക്ക് അവരോടൊത്ത് കളിക്കാം, അവർക്ക് നിങ്ങളോടൊത്ത് കളിക്കാൻ ഒരു കന്യകയായിരുന്നു ഉചിതം. നിങ്ങൾക്ക് കല്യാണം കഴിച്ചത് ഒരു കന്യകയായി കൂടായിരുന്നോ എന്ന് ചോദിച്ചു. ഈ സമയം ജാബിർ റളിയല്ലാഹു തആലയുടെ പ്രതികരണം, റസൂലെ, എൻ്റെ പിതാവ് ഉഹദിൽ ഷഹീദായി. എൻ്റെ വീട്ടിൽ കുറെ സഹോദരികളാണ്, ചെറിയ എൻ്റെ സഹോദരിമാർ. അവരെ തഖൂമു അലൈഹിന്ന വതുഅദ്ദിബുഹുൻ. ഈ പെൺകുട്ടികളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന, അവർക്ക് അദബ് പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ സയ്യിബത്തിനെ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു. ബിക്കറായിരുന്നുവെങ്കിൽ ലാ തഖൂമു അലൈഹിൻ, ഈ പെൺകുട്ടികളുടെ കാര്യങ്ങൾ നോക്കി നടത്തുവാനോ വലാ തുഅദ്ദിബുഹുൻ, അവരെ അദബ് പഠിപ്പിക്കുവാനോ അതിന് പറ്റൂല. കാരണം എന്താ? ചെറിയ പെൺകുട്ടിയാണ്, വീട്ടിലും കുറെ കുട്ടികളാണ്, ഒക്കെ ഒരുപോലെ ആയിട്ടുണ്ട് എങ്കിൽ ശരിയാവില്ല. അപ്പോൾ വീട്ടിലുള്ള എൻ്റെ സഹോദരിമാർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന, അവരെ അദബ് പഠിപ്പിക്കുന്ന ഒരാളാവണം എന്നതിനാലാണ് ഞാൻ ഒരു സയ്യിബിനെ കല്യാണം കഴിച്ചത് എന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയട്ടെ. അപ്പോൾ ഇതാണ് അദബിൻ്റെ വിഷയത്തിൽ ചില തിരുമൊഴികൾ, ചില ഹദീസുകൾ ഇതറിയിക്കുന്നത് അദബിനുള്ള സ്ഥാനവും അദബ് പഠിപ്പിക്കുന്നതിൽ പൂർവികർ ചെലുത്തിയിരുന്നതായ അതിൻ്റെ പ്രാധാന്യവുമാണ്. പല വിഷയങ്ങളിൽ ചിലത് മാത്രം. ഇൽമിനെ കുറിച്ച് പറയുമ്പോൾ ഏത് ഇൽമാണ് അദബിനപ്പുറം നമ്മൾ അഭ്യസിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടത്? ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അൽ ഇൽമു മാ ഖാല അല്ലാഹു വഖാല റസൂലുഹു, അൽ ഇൽമു മാ ഖാല അല്ലാഹു ഖാല റസൂലുഹു വഖാല സഹാബത്തു ഹും ഉലുൽ ഇർഫാനി. നൂനിയയിൽ ഇൽം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വിവരമുള്ളവരായ സഹാബത്ത് പറഞ്ഞു എന്ന് തുടങ്ങുന്ന ഇൽമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരു മനുഷ്യനോട് നന്മ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അയാൾക്ക് അള്ളാഹു പാണ്ഡിത്യം നൽകും, ഫിഖ്ഹ് നൽകും. അവിടെ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ഇൽം, അറിവ് നൽകും. അപ്പൊ അള്ളാഹു ഒരു മനുഷ്യനോട് ഖൈർ ഉദ്ദേശിച്ചാൽ ആ മനുഷ്യൻ അള്ളാഹു ദീനിൽ ഫിഖ്ഹ് നൽകും, അറിവ് നൽകും എന്ന് പറഞ്ഞപ്പോൾ ആ തിരുമൊഴിയിൽ ഉദ്ദേശിച്ച അറിവ് ഏതാണ്? ആ അറിവാണ് ഇവിടെ പ്രതിപാദ്യം. അള്ളാഹു ഒരു മനുഷ്യനോട് നന്മ ഉദ്ദേശിച്ച് അയാൾക്ക് അരുളുന്ന അറിവ്. നന്മ ഉദ്ദേശിച്ചാൽ അയാൾക്ക് അള്ളാഹു അരുളുന്നത് അതെന്താ? അത് അറിവാണ്. ആ അറിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് നേടിയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുമ സഹാബത്ത് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നേടിയത്. ആ അറിവിനാലാണ് അന്ധകാരം വഴിമാറി ലോകം പ്രകാശമയമായത്. കവി പറഞ്ഞില്ലേ, ഹൽ തത്ലുബൂന മിനൽ മുഖ്താരി മുഅ്ജിസതൻ കഫാഹു ശഅബുൻ മിനൽ അജ്ദാസി അഹ്യാഹു. ഹൽ തത്ലുബൂന മിനൽ മുഖ്താരി മുഅ്ജിസതൻ.
മുഖ്താറായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിങ്ങളൊരു മുഅ്ജിസത്ത്, അമാനുഷികത അന്വേഷിക്കുന്നുവെങ്കിൽ കഫാഹു ശഅബൻ മിനൽ അജ്ദാഫി അഹ്യാഹു, മുഹമ്മദ് നബിയുടെ മുഅ്ജിസത്തിൽ ഒന്ന് ജീവച്ചവങ്ങളായിരുന്ന ഒരു ജനവിഭാഗത്തെ മുഹമ്മദ് നബി സജീവമാക്കി എന്നുള്ളതാണ്. ചത്തുകിടക്കേനി കുറേ മനുഷ്യന്മാർ, അവർക്ക് മുഹമ്മദ് നബി സജീവത പകർന്നു, ജീവനേകി. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവനേകിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് അനിവാര്യമായ അറിവ് പകർന്നിട്ടാണ്. ആ അറിവാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നതായ അറിവ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്നഹ്. മൻ സലക ത്വരീഖൻ, ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചു, യൽതമിസു ഫീഹി ഇൽമൻ, ആ വഴിയെ പ്രവേശിച്ച മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, അന്വേഷിക്കുന്നത് ഇൽമാണ്, അറിവാണ്. സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്നഹ്, അറിവ് തേടി പ്രവേശിച്ച് സഞ്ചരിക്കുന്ന, അന്വേഷിക്കുന്ന മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കട്ടെ. സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അതിനാൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. തീർന്നില്ല, തിരുനബി തുടർത്തുകയാണ്, വഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽമി റിദൻ ബിമാ യസ്ന. വഇന്നൽ മലായിക, മലക്കുകൾ, ലതദഉ അജ്നിഹതഹാ, മലക്കുകൾ അവരുടെ ചിറകുകൾ നിവർത്തി വിരിച്ചു വെക്കും, താഴ്ത്തി വെക്കും. ആർക്ക്? ലിതാലിബിൽ ഇൽമി, അറിവ് അന്വേഷിക്കുന്നവർക്ക്, അറിവ് തേടുന്നവർക്ക്. എന്തുകൊണ്ടാണ് മലക്കുകൾ ചിറക് വിരിച്ച് അറിവ് അന്വേഷിക്കുന്ന, ഇൽമ് തേടുന്നവരെ ആശ്ലേഷിക്കുന്നത്, അഭിനന്ദിക്കുന്നത്, അവരോട് ഇவ்விധം പെരുമാറുന്നത്? റിദൻ ബിമാ യസ്ന, അവൻ ചെയ്യുന്നതിലുള്ള പ്രീതിയും തൃപ്തിയും കാരണത്താലാണ്. അഥവാ അറിവ് അന്വേഷിക്കുന്നു, വിദ്യ തേടുന്നു എന്നതിനാൽ സന്തോഷത്താൽ, തൃപ്തിയാലാണ് മലക്കുകൾ ഇപ്രകാരം ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. തീർന്നില്ല, തിരുനബി തുടർത്തുകയാണ്. എന്താ തിരുനബി പറഞ്ഞത്? വഇന്നൽ ആലിം ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ഹത്തൽ ഹീതാനു ഫിൽ മാ. ഒരു ആലിമിനെ, ഒരറിവുള്ളവന് വാനത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും, ഇസ്തിഗ്ഫാർ നടത്തും. ആലിമിന് വേണ്ടി വാനത്തിലുള്ളവർ ഭൂമിയിലുള്ളവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. വാനത്തിലുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാ വാനത്തിലുള്ളത്? മലക്കുകൾ. കുറെ ആൾ ഉത്തരം പറഞ്ഞു. ആദ്യം പറഞ്ഞു നമുക്ക് സമ്മാനം. വാനത്തിൽ വെറും മാലാഖമാരേ ഉള്ളൂ, മലക്കുകളെ ഉള്ളൂ. ആരെ പിന്നുള്ളത്? നക്ഷത്രാദികൾ ആകാശത്തിലുണ്ട്. അവർക്ക് ഇസ്തിഗ്ഫാർ ഉണ്ടാ? ജിന്നുകൾ ആകാശത്തിലുണ്ടാകും. അവർ അന്തരീക്ഷത്തിൽ പോകുന്നേ ഉള്ളൂ. ആകാശത്തിലേക്ക് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം ആകാശത്തിലേക്ക് അവരെടുത്തപ്പോൾ അവിടെ ഒക്കെ പാറാവുകാരാണ്, ശക്തമായ പാറാവുകാരാണ്. അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അള്ളാഹു ഉണ്ട്, ശരിയാണ്. അള്ളാഹുവിനോടാണ് ഇസ്തിഗ്ഫാർ നടത്തുന്നത്. ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകൾ ആര് എന്നാണ്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അപ്പൊ വാനത്തിലുള്ളവർ ഭൂമിയിലുള്ളവർ ഒരു ആലിമിന് വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് തേടുമെന്നാണ്, ഇസ്തിഗ്ഫാർ നടത്തും. ഹത്തൽ ഹീതാനു ഫിൽ മാ, സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെ, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ വരെ
അത് ചെയ്യുന്നതാണ്. ഒരു ആലിമിന് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ വൽ അംബിയാഉ ലം യുവരിസു വൽ ഉലമാഉ വറസത്തുൽ അംബിയാ വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ വഇന്നമാ വറസുൽ ഇൽമ ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. എന്താ തിരുനബി പറഞ്ഞത്? ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവർ വറസത്തുൽ അംബിയ, നബിമാരുടെ അനന്തരാവകാശികളാണ്. നബിമാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. നബിമാരുടെ അനന്തരാവകാശികൾ എന്ന് പറഞ്ഞാൽ ആ അദബുള്ള ഉലമാക്കളാണ് ഉദ്ദേശം. അദബ് കെട്ട ഉലമാക്കളുണ്ട്. ഉലമാക്കൾ എന്ന് പൗരോഹിത്യത്തിന്റെ ലക്ഷണം പേറി നാലാൾ കൂടുന്ന നാൽക്കവലകളിൽ ചൂഷണത്തിന്റെ ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ച് മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുന്ന പുരോഹിത പട, അതല്ല ഉദ്ദേശം. ഉലമ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളെ അനന്തരമെടുക്കുന്ന ഉലമ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ സ്വഭാവങ്ങൾ, പ്രത്യേകതകൾ, സവിശേഷതകൾ അത് അനുധാവനം ചെയ്ത് ജീവിക്കുന്ന ഉലമാക്കളാണ് ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഇന്ന ഹാദൽ ഇൽമ യരിസുഹു മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു യൻഫുന അൻഹു തഹ്രീഫൽ ഗാലീൻ വൻതിഹാലൽ മുബ്തിലീൻ വതഅ്വീലൽ ജാഹിലീൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടേച്ചതായ ഈ ഇൽമിനെ, അറിവിനെ ഉദൂലായ പണ്ഡിതന്മാരാണ് അനന്തരെടുക്കുക. ഉദൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിയുള്ള പണ്ഡിതന്മാർ, സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ അനന്തരെടുക്കും. എന്നിട്ട് ആ പണ്ഡിതന്മാർ തിരുനബി വിട്ടേച്ചതായ അറിവിനെ അനന്തരമെടുത്താൽ എന്താ അവർ ചെയ്യുക? യൻഫൂന അൻ തഹ്രീഫ് അൽ ഗാലീൻ, തീവ്രവാദികളുടെ കോട്ടിമാട്ടലുകളും അവരുടെ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. അതൊക്കെ ദീനിനെ തൊട്ട് നിരാകരിക്കും പണ്ഡിതന്മാർ. വൻതിഹാലൽ മുബ്തിലീൻ, നിരർത്ഥകവാദികൾ കക്ഷികളായി പിരിയും, അവരുടെ ആ കക്ഷിത്വത്തെ നിരാകരിക്കും. വതഅ്വീലൽ ജാഹിലീൻ, വിവരദോഷികളുടെ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. ആ ദുർവ്യാഖ്യാനങ്ങളും ദീനിനെ തൊട്ട് ചെറുക്കുന്ന, നിരാകരിക്കുന്നതായ ഉലമാക്കൾ, അവരാണ് ഉദ്ദേശം. അങ്ങനെയുള്ള ഉലമാക്കളാണ് വറസത്തുൽ അംബിയ, നബിമാരുടെ അനന്തരാവകാശികൾ. അതാണ് ഹദീസിൽ പറഞ്ഞത്, വൽ ഉലമാ വറസത്തുൽ അംബിയ വഇന്നൽ അംബിയ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ. നബിമാർ ദീനാറുകളും ദിർഹമുകളും അനന്തര സ്വത്തായി വിട്ടേച്ചിട്ടില്ല. വഇന്നമാ വറസുൽ ഇൽം, നബിമാർ അനന്തര സ്വത്താക്കി വിട്ടേച്ചത് അൽ ഇൽം, അത് ഇൽമാണ്, അറിവാണ്. അതാണ് ഇൽമിന്റെ പ്രാധാന്യം. ആ ഇൽമാണ് ഇവിടെ ഉദ്ദേശവും. നബിമാര് വിട്ടേച്ച ഇൽമ എന്താണ്? അനന്തര സ്വത്തായി വിട്ടേച്ച ഇൽമ എന്താണ്? അബൂ ഹുറൈറ പറഞ്ഞില്ല, മാർക്കറ്റിൽ പോയി, നിങ്ങൾ ഇവിടെ വ്യാപൃതരാണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലതാ റസൂലുള്ളാന്റെ അനന്തര സ്വത്ത് വീതം വെക്കണേർന്ന്. ഇപ്പൊ എല്ലാരും പാഞ്ഞു എന്ന് നോക്കുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇൽമ പറഞ്ഞു കൊടുക്കുക, അറിവ് പറഞ്ഞു കൊടുക്കുക. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടേച്ചതായ സ്വത്ത്. ആ ഇൽമാണ് ഇവിടെ പ്രതിപാദ്യം. മനുഷ്യന്മാർ മരണം വരിച്ചാൽ ഖബറിലേക്ക് ആനയിക്കപ്പെടും. അൽ ഖബർ സുന്ദൂഖുൽ അമൽ. ഖബറിലെത്തിയാൽ ഖബർ പരീക്ഷണാലയാണ്. ഖബറിൽ എല്ലാവർക്കും വിചാരണ ഉണ്ട്. ആ വിചാരണയുടെ വേദിയിൽ ഖബറിൽ മനുഷ്യന്മാരോട് ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്താ? ആ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവാണ് നമ്മളുടെ സംസാര വിഷയമായിട്ടുള്ള അറിവ്. ബനൂ നജ്ജാർ ഗോത്രക്കാരുടെ തോട്ടത്തിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഒരു ബഹലയുടെ പുറത്ത്, ഒരു കോവർ കഴുതയുടെ പുറത്ത് പോകുമ്പോൾ അത് വിരണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളിയിടുമാറ് അതൊരു പ്രകടനം നടത്തി.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യചിത്തനായി. നോക്കുമ്പോൾ ചില ഖബറുകൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ അഖ്ബുർ, ഈ ഖബറിൽ മറമാടപ്പെട്ടവരെ ആർക്കറിയാം? അപ്പൊ ചിലർ പറഞ്ഞു ഞങ്ങൾക്കറിയാം. തിരുനബി ചോദിച്ചു, മത മാത ഹൗലായി, ഈ ഖബറിൽ മറമാടപ്പെട്ടവർ എന്നാണ് മരിച്ചത്? അപ്പോൾ പറയപ്പെട്ടു, മാതു അലൽ ഇഷ്റാഖ്, അവർ ശിർക്കിൽ മരിച്ചവരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വചനം, ഇന്ന ഹാദിഹിൽ ഉമ്മതു തുബ്തലാ ഫീ ഖുബൂരിഹാ ഫലൗലാ അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ് അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി അല്ലദീ അസ്മഉ. ഈ ഉമ്മത്ത് അവരുടെ ഖബറിൽ പരീക്ഷിക്കപ്പെടും. നിങ്ങളിൽ നിന്ന് മരിച്ചവരെ നിങ്ങൾ മറമാടുകയില്ല എന്നത് ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ കേൾക്കുന്ന ഖബറിലെ ശിക്ഷ നിങ്ങൾക്ക് കേൾപ്പിക്കുവാൻ ഞാൻ അള്ളാഹുവിനോട് ദുആയിരക്കുമായിരുന്നു. അള്ളാഹു നമ്മളെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ ഖബർ എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണത്തിന്റെ വേദിയാണ്. അവിടെ പരീക്ഷണമുണ്ട്. ഇന്ന ഹാദിഹിൽ ഉമ്മ തുബ്തലാ ഫീ ഖുബൂരിഹാ, അവരുടെ ഖബറിടങ്ങളിൽ ഈ സമുദായം പരീക്ഷിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പരീക്ഷണം? മലക്കുകൾ വന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക് വമാ ദീനുക് വമാ ഹാദർ റജുലു അല്ലദീ ബുഇസ ഫീകും. നിന്റെ റബ്ബ് ആര്? നിന്റെ ദീനി ഏത്? നിങ്ങളിലേക്ക് നിയോഗിതനായ ഈ വ്യക്തി ആര് എന്ന് ചോദിക്കും. കപടനും കാഫിറും ആഹിൻ ആഹിൻ ലാ അദ്രി, കഷ്ടകാലമേ കഷ്ടകാലമേ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പരിതപിക്കും. വിശ്വാസി ചോദ്യങ്ങൾക്ക് പ്രതികരിക്കും. മൻ റബ്ബുക് എന്ന് പറഞ്ഞാൽ റബ്ബി അല്ലാഹ്, വമാ ദീനുക് എന്ന് ചോദിച്ചാൽ ദീനിയൽ ഇസ്ലാം. ഈ വ്യക്തി ആര് എന്ന് തിരുനബിയെ കുറിച്ച് ചോദിച്ചാൽ ഹുവ മുഹമ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പ്രതികരിക്കും. ഈ ജവാബിന് അനിവാര്യമായിട്ടുള്ള അറിവ് ഏതാണോ ആ അറിവാണ് നമ്മുടെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് ഉത്തരം പറയണമെങ്കിൽ നബിയെ കാണിച്ച് ഉത്തരം നബിയാണത് എന്ന് പറയണമെങ്കിൽ, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറയണമെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം, തിരുചര്യകൾ പഠിക്കണം, തിരുമൊഴികൾ പഠിക്കണം. ഇസ്ലാം എന്ന് മറുപടി പറയണമെങ്കിൽ ഇസ്ലാം പഠിക്കണം. ഇസ്ലാം എന്ത് എന്നറിയണം. അല്ലാഹ് എന്ന് മറുപടി പറയണമെങ്കിൽ അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിന്റെ അവകാശങ്ങൾ അറിയണം. അതിനാണ് ഈ ഇൽമ്. അതാണ് നമ്മൾ പഠിക്കുന്നതിന്റെ പ്രാധാന്യം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഷഹിദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വ ഉലുൽ ഇൽമി വൽ മലായികതു വ ഉലുൽ ഇൽം. ഷഹിദല്ലാഹ്, അല്ലാഹു സാക്ഷിയാകുന്നു. എന്തിന്? അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, യഥാർത്ഥ ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ, അവനല്ലാതെ മറ്റാരുമില്ല എന്നതിന് അള്ളാഹു സാക്ഷി. വൽ മലായികതു, മലക്കുകൾ സാക്ഷി. പിന്നെ ആരാ സാക്ഷി? പിന്നെ ആരാ അള്ളാഹു പറഞ്ഞ്? ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു. ഞാൻ പറഞ്ഞു ഇവിടെ, ഞാൻ ഓതി തന്നിവിടെ. ആര് പറഞ്ഞു ഉലുൽ ഇൽമ്? യല്ല, സിയാദ് ഇവിടെ പറഞ്ഞാണ് ആദ്യം. യല്ല, നിങ്ങൾ വരാം. അതാണ് ഉലുൽ ഇൽം. അള്ളാഹു അവൻ മാത്രമാകുന്നു ആരാധനക്കർഹൻ എന്നുള്ളതിന് അള്ളാഹു സാക്ഷി, മലക്കുകൾ സാക്ഷി, വ ഉലുൽ ഇൽം, ഇൽമുള്ളവർ സാക്ഷി, അറിവുള്ളവർ സാക്ഷി. ഇവിടെ നോക്കി നിങ്ങൾ, അള്ളാഹുവിന്റെ ഷഹാദത്തിനോടൊപ്പം മലക്കുകളെ ചേർത്ത് പിന്നെ മനുഷ്യരിൽ നിന്ന് ആരെ ചേർത്തത്? എല്ലാ മനുഷ്യരും പറഞ്ഞോ
അല്ല പിന്നെയോ ഇൽമുള്ളവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ ഒരു മുഖാറനത്ത്, അള്ളാഹുവിനോട് ചേർത്ത് പറയുക എന്നുള്ള ഈ മുഖാറനത്തിൽ വലിയ ഒരു സ്ഥാനമാണുള്ളത്. ആ ചേർത്ത് പറയപ്പെട്ടവർക്ക് അറിവുള്ളവരെയാണ് അള്ളാഹു തന്നോട് ചേർത്തിട്ട് അള്ളാഹുവിൻ്റെ സാക്ഷ്യത്തോട് ചേർത്ത് പറഞ്ഞത്. അത് അറിവുള്ളവർക്കുള്ള സ്ഥാനമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് ഈ ഒരു ചേർത്ത് പറയിൽ നിന്ന് 10ഓളം ഫായിദ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തുദ്ധരിച്ചത് അദ്ദേഹത്തിൻ്റെ കിതാബിൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും അത് അറിവുള്ളവരുടെ മഹത്വമാണ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ ഉയർത്തി അവരുടെ സ്ഥാനം ആളുകൾ അറിയുവാൻ തൻ്റെ സാക്ഷ്യത്തോടൊപ്പം അവരുടെ സാക്ഷ്യം ചേർത്ത് പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മതത്തിൽ ഇൽമുണ്ടാകുക എന്ന് പറഞ്ഞാൽ, ദീനിൽ ഇൽമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവമാണ്. അതിൻ്റെ അർത്ഥം എല്ലാവരും അറബി കോളേജിൽ പോയി ചേരുക എന്നല്ല, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാകുക എന്നുള്ളതല്ല, എല്ലാവരും ഡോക്ടറേറ്റ് നേടുക എന്നുള്ളതല്ല. പിന്നെയോ ദീനിൽ അറിവുണ്ടാകുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലുള്ള അറിവാണ്, തിരുസുന്നത്തിലുള്ള അറിവാണ്. അത് അഭ്യസിക്കുവാനും നേടുവാനും നമുക്ക് വിശ്വസ്തമായിട്ടുള്ള എല്ലാ സ്രോതസ്സുകളിൽ നിന്നും സാധിക്കും. നമുക്ക് എന്ത് വേണം? ഒരു നല്ല നിയ്യത്തോട് കൂടിയിട്ടുള്ള ആ വിഷയത്തിലുള്ള അധ്വാനവും പ്രയാണവും നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഗവർണർ മക്കത്തുണ്ടായിരുന്നു. നാഫിഉ ഇബ്നുൽ ഹാരിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഉമർ മദീനയിലാണ്. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ട് പല സ്ഥലങ്ങളിലും ഗവർണർമാരെ നിശ്ചയിക്കണം. മക്കയിൽ ഉമറിന്റെ ഗവർണർ നാഫിഉ ഇബ്നുൽ ഹാരിസാണ്. ഒരിക്കൽ ഉമർ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ അസ്വാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ നാഫിഉ ഇബ്നുൽ ഹാരിസ് അവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? അസ്വാനിലുണ്ട്. അസ്വാൻ എവിടെ? അസ്വാൻ എവിടെ? ഒതായിലോ? എവിടെ അസ്വാൻ? അല്ല, ഉത്തരം പറയുമ്പോ ഉമർ പറയാറുണ്ട്, അർറജുൽ ഇദാ തകല്ലമ അസ്മഅ വഇദാ ദറബ ഔജഅ. ആണ് സംസാരിച്ചാൽ കേൾപ്പിക്കും, അടിച്ചാൽ വേദനിപ്പിക്കും ചെയ്യും. തലയോടൊന്നും പരിപാടിയില്ല. ആണ് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിക്ക് വേദന ഉണ്ടാവും, സംസാരിച്ചാലോ ആ സംസാരം കേൾപ്പിക്കും ചെയ്യും. അതാണ് അർറജുൽ ഇദാ തകല്ലമ അസ്മഅ വഇദാ ദറബ ഔജഅ. അപ്പൊ പറഞ്ഞത് കേൾക്കണം. നമ്മളിപ്പോ എന്താണ് തെറ്റിയാലും ഇവിടെ എന്താ ഇതിന്റെ പേരിൽ നമ്മളൊരു കെട്ട് തീർക്കാനോ അല്ലെങ്കിൽ പിന്നെ ആ തെറ്റ് നമ്മൾ നാട്ടുകാരി ഒന്നുമില്ലല്ലോ. ചിലപ്പം തെറ്റിയ ഉത്തരം അതൊരു പിന്നെ പരിഗണനീയമാണ് എങ്കിൽ അതിനൊരു സമ്മാനം ഉണ്ടായിരുന്നു വരും. ആ മുഷ്കിൽ. അസ്ഫാൻ എവിടെയാണ്? മദീനന്റെ മക്കന്റെ ഇടയിൽ മുന്നേ പറഞ്ഞേ ജസാക്കല്ലാഹ് മാഷാ അല്ലാഹ്. മദീനയുടെയും മക്കയുടെയും ഇടയിൽ അല്ലാഹു ബാരിക് ഒരു സ്ഥലമാണ് അസ്ഫാൻ. അപ്പൊ അസ്ഫാനിൽ എത്തിയപ്പണ്ട് നാഫിഉ അവിടെ. അപ്പൊ ഉമർ ചോദിച്ചു, നിങ്ങൾ ആരാ മക്കത്ത് നിങ്ങൾക്ക് പ്രതിനിധിയാക്കി വെച്ചത്? നിങ്ങളെ ഞാൻ മക്കത്ത് നിശ്ചയിച്ചതാണ്, അപ്പൊ നിങ്ങൾ ഇവിടെ. അപ്പൊ മക്കത്തെ കാര്യം ആരാ നോക്കണേ എന്ന് ചോദിച്ചു. അപ്പൊ അമീറുൽ മുഅ്മിനീൻ ഞാൻ അവിടെ ഇബ്നു അബ്സയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഉമറിന് ഒരു പരിചയമില്ലാത്ത പേര് ഇബ്നു അബ്സ. ചോദിച്ചു, ആരാ ഇബ്നു അബ്സ? അപ്പൊ പറഞ്ഞ് മൗലം മിൻ മവാലീന, ഒരടിമയാണ് എന്ന് പറഞ്ഞു. അടിമയാണ് ഇബ്നു അബ്സ. മക്കക്കാരുടെ ഗവർണർ ഒരടിമ. അപ്പൊ ഉമർ പറഞ്ഞു, മക്കക്കാർക്ക് ഒരു അടിമയെ നിങ്ങൾ ഗവർണറാക്കുകയോ? അപ്പൊ നാഫിഉ ഇബ്നുൽ ഹാരിസ് ഉമറിനോട് പറഞ്ഞ എന്താണെന്നറിയോ? അമീറുൽ മുഅ്മിനീൻ ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹ് വആലിമുൻ ബിൽ ഫറായിദ്. അടിമയാണെങ്കിലും അമീറുൽ മുഅ്മിനീൻ അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്ന, അനന്തരാവകാശ നിയമങ്ങൾ അതിനെക്കുറിച്ച് ജ്ഞാനമുള്ള അറിവുള്ള വ്യക്തിയാണ്.
ആലിമാണ്, ഖാരിയാണ്. ഇത് പറഞ്ഞപ്പോൾ അമീറുൽ മുഅ്മിനീൻ അദ്ദേഹത്തിന്റെ അത്ഭുതം വിട്ട്, അദ്ദേഹത്തിന്റെ പേടി പോയി. അമീറുൽ മുഅ്മിനീൻ നാഫി ബിൻ ഹാരിസിന്റെ ഈ വാക്കിനോട് പ്രതികരിച്ചത്, അമാ ഇന്ന നബിയക്കും ഖദ് ഖാൽ ഇന്നല്ലാഹ ലയർഫഉ ബിഹാദൽ കിതാബി അഖ്വാമാ വയദഉ ബിഹി ആഖരീൻ. നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, അള്ളാഹു വിശുദ്ധ ഖുർആൻ കൊണ്ടൊരു വിഭാഗത്തെ ഉയർത്തുകയും വിശുദ്ധ ഖുർആൻ കൊണ്ടൊരു വിഭാഗത്തെ താഴ്ത്തുകയും ചെയ്യും. കണ്ടോ, വിശുദ്ധ ഖുർആൻ പഠിച്ചു, അതേപോലെ അനന്തരാവകാശ നിയമം പഠിച്ചു. അതുകൊണ്ടാണ് അടിമ ഉടമകൾക്ക് ഗവർണറായിട്ട് പരിലസിച്ചത്, മക്കയുടെ ഗവർണറായത്. ഇതാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ അവിടെ ഉണർത്തിയത്. അപ്പൊ നോക്കി നിങ്ങൾ, അറിവിന്റെ മഹത്വം, അറിവിന്റെ സ്ഥാനം. ഈ ഒരു ഇൽം അത് നമ്മൾ അഭ്യസിക്കണം. അതോടൊപ്പം നമ്മൾ അദബുള്ള ആളുകളാവുകയും വേണം. അദബിൽ നിന്നാണ് അറിവിലേക്ക് നമ്മുടെ കാൽവെപ്പ് ഉണ്ടാകേണ്ടത്. ഇൽമുണ്ടായി അദബില്ല എങ്കിൽ മഹാമുസീബത്ത. അബ്ബാസികളുടെ ഖിലാഫത്തിൽ ഒരു ആലിമിനെ കുറിച്ച് ഒരു ചരിത്രമുണ്ട്. ഇബ്നു മസ്കവൈഹി നാം മൂപ്പരെ പേര്. അബ്ബാസി ഖലീഫയുടെ മക്കളെ പഠിപ്പിക്കണ ഒരു ഉസ്താദൈനി മൂപ്പര്. ആലിമാണ്, ഖലീഫയുടെ മക്കളെയാണ് മൂപ്പര് പഠിപ്പിക്കണത്. അപ്പോ രാവിലെ മക്കളെ പഠിപ്പിച്ച് വൈകുന്നേരം കൊട്ടാരത്തിൽ വിസിറ്റ് ചെയ്യും മൂപ്പര്. അപ്പൊ മക്കൾ ഇങ്ങനെ ഓടി വന്ന് ആ ആലിമായ ആളവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അബ്ബാസി ഖലീഫ മക്കളെ ചൂണ്ടിയിട്ട് പറഞ്ഞ് അവരുടെ ഉസ്താദിനോട് പറഞ്ഞ്, എൻ്റെ ഈ മക്കളാണോ നല്ലത് ഉത്തമർ, അതല്ല ഹസനും ഹുസൈനും ആണോ ഉത്തമർ എന്ന് ചോദിച്ചു. ഹസനും ഹുസൈനും ആരാ? അലി റളിയല്ലാഹു തആലയുടെ മക്കള്. അലിയാരുടെ മക്കളാണ് ഹസനും ഹുസൈനും. അവരാണോ നല്ലത്, എൻ്റെ ഈ കുട്ടികളാണോ നല്ലത് എന്ന് ചോദിക്കുന്ന ആളാരാ? ഖലീഫയാണ്. ഇബ്നു മസ്കവൈഹിക്ക് ഹസനും ഹുസൈനാണ് നല്ലത് എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല. കാരണം അതന്നെയാണ് നല്ലത്. ഹസനും ഹുസൈനും ആരാ? സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവജനതക്ക് നേതാക്കളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഹുമാ റൈഹാനതായ ഫി ദുനിയ, ദുനിയാവിൽ റസൂലുള്ളാഹിന്റെ റൈഹാനകളാണ് ഹസനും ഹുസൈനും. അങ്ങനെയുള്ളവരോട് പിന്നെ ശേഷക്കാർക്ക് തുല്യത ഉണ്ടാകും? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളെ മക്കളെക്കാൾ ഹസനും ഹുസൈനാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈ ആലിമിന് അല്പം നാക്ക് കൂടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ മക്കളെക്കാൾ ഹസനും ഹുസൈനാണ് ഉത്തമർ എന്ന് മാത്രല്ല, അലിയാരുടെ അടിമ കമ്പർ നിങ്ങളെ മക്കളെക്കാൾ ഉഷാറാണ് പറഞ്ഞു. അതവിടെ പറയേണ്ട വല്ല കാര്യമുണ്ട്? അലിയാരുടെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ അടിമ കമ്പർ നിങ്ങളെ മക്കളെക്കാൾ ഉഷാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഖലീഫ ചെയ്തറിയോ? ആരാച്ചാരൻ വിളിച്ച്, എന്നിട്ട് ഈ ആലിമിന്റെ കുട്ടികളെ ഉസ്താദാ, അയാളെ നാവ് പെരടിയിൽ നിന്ന്, ഈ കഫയിൽ നിന്ന് കുറ്റി അടക്കണം മുറിക്കാൻ പറഞ്ഞു. രാവിലത്തെ ഉസ്താദ്, വൈകുന്നേരം മയ്യത്ത. എന്തേ കാര്യം? അയാളുടെ തൊള്ളിയിൽ നിന്ന് വന്ന ഈ വർത്താനം. നാവ് കൂടിയാലുണ്ടാണ് പ്രശ്നം. പണ്ട് നമ്മുടെ നാട്ടിൽ ഒരാൾ പ്രസംഗിച്ച് ഞാൻ പറഞ്ഞു, നാവിന് നീളം കൂടിയ കാലിന്റെ നീളം കുറയുന്നുള്ളിൽ എന്താ സംശയം? അതൊരു വിഷയമാണ്. ഇതാണ് പ്രശ്നം. ഇൽമോടൊപ്പം അദബിന്റെ അനിവാര്യത. ഇതേപോലെ അമവികളുടെ ഖിലാഫത്തിൽ ഒരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ ഉണ്ട്. അമവി ഖലീഫ
തൻ്റെ സദസ്സിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഇതേപോലൊരു ചോദ്യം ചോദിച്ചു. അമവി ഖലീഫ പറയാണ്, ഞാനാണോ ഉത്തമം അതല്ല മുആവിയയാണോ ഉത്തമം എന്ന് ചോദിച്ചു. ഞാനാണോ ഉത്തമം, മുആവിയാണ്. അമവികൾ മുആവിയയിൽ തുടങ്ങി മർവാൻ ബിൻ അൽ ഹക്കമിൽ അവസാനിക്കുന്ന ഒരു ശൃംഖലയാണ്, ഭരണാധികാരിയുടെ ശൃംഖലയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അവ്വലു മുലൂക്കിൽ ഇസ്ലാം വഅഫ്ദലുഹും, ഇസ്ലാമിലെ രാജാക്കന്മാരിൽ ഒന്നാമത്തെ ആളുമാണ്, ഏറ്റവും ഉത്കൃഷ്ടനാണ് ആര്? മുആവിയ റളിയല്ലാഹു തആല അൻഹു. അപ്പൊ ഈ ഭരണാധികാരി ചോദിച്ചത് ഞാനാണോ ഉത്തമം അതല്ല മുആവിയയാണോ ഉത്തമം റളിയല്ലാഹു അൻഹു. അമവി ഖലീഫയാണ്, അബ്ബാസി അല്ല ചോദിച്ചത്. അപ്പോ സദസ്സിൽ ചോദ്യം ചോദിച്ചപ്പോ അതിന് ഉത്തരം പറയാൻ വേണ്ടി വന്നത് ഒരു പണ്ഡിതനാണ്. പണ്ഡിതൻ നിങ്ങളല്ല ശ്രേഷ്ഠൻ, മുആവിയയാണ് എന്ന് ഉത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ മതിയായിരുന്നു. പണ്ഡിതൻ എന്താ പറഞ്ഞറിയോ? മുആവിയാണ് ഉത്തമം, മുആവിയന്റെ കാല് കഴുകിയ വെള്ളം അതിനൊക്കൂല നിങ്ങൾ എന്ന് പറഞ്ഞു. മുആവിയന്റെ കാല് കഴുകിയ ഗസീലുൽ ഖദമൈൻ അത് നിന്നോടൊക്കൂല നിങ്ങൾ എന്ന് പറഞ്ഞു. അതോടുകൂടി അയാളുടെ തല തെറിച്ചു. അപ്പോ ഇൽമിൽ അതിനെ അദബ് അലങ്കരിച്ചിട്ടില്ല എങ്കിൽ വലിയ ദുരന്തവും മഹാനാശവുമാണ് എന്നതിൻ്റെ ഒരു ചരിത്രം, അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാനൊരു കാര്യം ഉണർത്തിയെന്ന് മാത്രം. പലർക്കും അറിവുണ്ടാകും, പക്ഷേ ആ അറിവ് ഫലപ്രദമോ അദബിനാൽ മാറ്റുള്ളതോ ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ മഹാദുരന്തങ്ങൾ വിതക്കുകയും മഹാനാശം പറയുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അബുൽ അലാ ഉൽ മഅരി എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അബുൽ അലാ ഉൽ മഅരി അറബി സാഹിത്യം വായിച്ചവർക്കറിയാം, അയാളൊരു കവിയാണ്. നല്ല അർത്ഥഗർഭമായ ആശയസമ്പുഷ്ടമായ ചില കവിതകൾ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ ഒരു നാശകാരിയായിരുന്നു. കാരണം എന്താ? അയാൾക്ക് അറിവുണ്ടെങ്കിലും അദബുണ്ടായിരുന്നില്ല. നമ്മൾ മലപ്പുറത്ത് പറയും ലക്കോട്ട് ഒട്ടിക്കാനുള്ള വറ്റ് എന്നറിയില്ലേ, അത്ര പോലും അദബുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രമാണവചനങ്ങളെയും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട വിഷയങ്ങളെയും അബുൽ അലാ ഉൽ മഅരി വളരെ പുച്ഛമായിട്ടായിരുന്നു കണ്ടിരുന്നത്. അത് അന്ന് മാത്രമല്ല, ഇന്നും പല ആളുകളും അങ്ങനെ തന്നെ. ഒരു വിഷയം ദീനിൽ സ്ഥിരപ്പെട്ടത്, പ്രമാണങ്ങളിൽ വന്നത് ഉൾക്കൊള്ളുവാനും അതിനെ പ്രമാണമായി സ്വീകരിക്കുവാനും പല ആലിമീങ്ങൾ എന്ന് പറയുന്നവർക്കും അദബില്ല. അതിനാൽ വലിയ ദുരന്തം. അതിൻ്റെ ഒരു ഉദാഹരണം, അബുൽ അലാ ഉൽ മഅരി എന്ന ദുഷ്ടൻ, അയാൾക്ക് അബുൽ അല എന്ന പേര് ചിലർ തിരുത്തിയിട്ടുണ്ട്. ഞാൻ പറയാം എന്താ തിരുത്താൻ കാരണം. അയാൾ പറയാണ്, യദുൻ ബി ഖംസി മിഇൻ അസ്ജദിൻ ഉദിയത് മാ ബാലുഹാ ഖുതിയത് ഫീ റുബഇ ദീനാരി തനാഖുദുൻ മാ ലഹാ ഇല്ല സുഖൂത് മാ ലനാ ഇല്ല സുഖൂതു ലഹാ വഅൻ നഊദ ബിമൗലാനാ മിനൻ നാരി. വലിയ കവിയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ബുദ്ധിയും അറിവും അയാൾ പ്രതിഫലിപ്പിക്കുന്നത് കവിതയിലാണ്. എന്താ മൂപ്പര് പറയണത് അറിയോ? യദുൻ ബി ഖംസി മിഇൻ അസ്ജദിൻ ഉദിയത്. ഒരാളുടെ കൈ മുറിച്ചാൽ ഇസ്ലാമിക ശിക്ഷാ കോടതി നിലവിലുണ്ടെങ്കിൽ അതിന് ഫൈൻ എത്ര വരിക? കൈ വെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാള് മറ്റൊരാളുടെ കൈ മുറിച്ച് ഖിസാസ് ആണെങ്കിൽ തിരിച്ച് കൈവെട്ടണം. പക്ഷേ വേണ്ട, ദിയ വാങ്ങുകയാണെങ്കിലോ, ബ്ലഡ് മണി വാങ്ങുകയാണെങ്കിലോ 500 ദീനാർ, അതാണ് അതിൻ്റെ ഇത്. അതായത് മനുഷ്യ ശരീരത്തിൽ
മുബാറക്കലൈക്ക്. മനുഷ്യ ശരീരത്തിൽ ഇരട്ട അവയവങ്ങളുണ്ട്, ഒറ്റ അവയവങ്ങളുണ്ട്. ഇരട്ട അവയവങ്ങൾ ഛേദിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒരു മനുഷ്യന്റെ പകുതി ദിയാണ്. ഒറ്റ അവയവങ്ങളുള്ളൂവെങ്കിലോ അതിന് പൂർണ്ണ ദിയാണ്. അപ്പൊ കൈ 2 അവയവല്ലേ, അതുകൊണ്ട് തന്നെ 50 ദീനാർ അല്ല 500 ദീനാർ. അതേസമയം ഒരവയവമുള്ളതാണെങ്കിലോ അതിന് 1000 ദീനാർ, മൂക്ക് പോലുള്ളത്. അപ്പൊ ഈ ചങ്ങാതി ഇതിനെ പരിഹസിക്കാണ്. എന്താണ്? യദുൻ ബിഖംസി മിഇൻ അസ്ദിൻ വുദിയത്. ഒരു കൈ മുറിച്ചാൽ അതിനുള്ള ദിയ 500 ദീനാറാണ്. മാ ബാലുഹാ ഖുതിയത് ഫീ റുബഇ ദീനാരി. എന്ന ഒരു മനുഷ്യൻ വല്ലതും മോഷ്ടിച്ചാൽ അയാളുടെ കൈ വെട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? വസാരിഖു വസാരിഖതു ഫഖ്തഉ ഐദിയഹുമാ. മോഷ്ടിച്ച ആണും പെണ്ണും നിങ്ങൾ അവരുടെ കൈ വെട്ടണം എന്ന് പറഞ്ഞു. മോഷ്ടിച്ച ആണ്ടി പെണ്ണിന് കൈ വെട്ടണം എന്നാണ്. ഒരാൾ മറ്റവന്റെ 10 പൈസ എടുത്ത കൈ വെട്ടുക ഇല്ല. പിന്നെയോ ഒരു നിർണിത സംഖ്യ എടുത്താലാണ് കൈ വെട്ടുക. ഏതാണ് ആ നിർണിത സംഖ്യ? ആര് പറയും? അയ്യാ പറഞ്ഞോളേ. എത്ര? 1000 ദീനാർ. നിങ്ങൾ വരി. അതായത് 1000 ദീനാർ മൂപ്പര് പറഞ്ഞത് അത് ശരിയോട് അടുത്തൊരു മറുപടിയല്ല. പക്ഷേ എങ്കിലും അദ്ദേഹം റുബുഅ ദീനാറാണ് അതിന്റെ തോത്. അതായത് റുബുഅ ദീനാർ മൂല്യമുള്ള 4 ദിർഹം മൂല്യമുള്ള ഒരു സാധനം അത് ഭദ്രമായി വെച്ചിടത്ത് നിന്ന് മോഷ്ടിച്ചാൽ, അത് പട്ടിണിയുടെ നാളുകളിലല്ലെങ്കിൽ, ആ മോഷ്ടിച്ചതിൽ ഒരു സന്ദേഹവും ശേഷിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് കൈവെട്ടുക. അപ്പൊ കൈവെട്ടണമെങ്കിൽ ചുരുങ്ങിയത് എത്ര ഉണ്ടായിരിക്കണം? റുബുഅ ദീനാർ, 4 ദിർഹം അതിന്റെ മൂല്യം വരണം ആ സാധനത്തിന്. ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ പറഞ്ഞ ആ പട്ടിണിയുടെ നാളിൽ മോഷണത്തിന് കൈമുറിച്ചിരുന്നില്ല. കാരണം പിന്നെ അൽ ഹുദൂദ് തുദ്റഉ ബിശുബ്ഹാത്ത് എന്നാണ്. ഇസ്ലാമിക ശിക്ഷകൾ സന്ദേഹങ്ങൾ ഉണ്ട് എങ്കിൽ അത് ശിക്ഷ നടപ്പിലാക്കാൻ പാടുള്ളതല്ല. പിന്നെ മോഷ്ടിക്കണത് അതിന്റെ വില റുബുഅ ദീനാർ, ഒരു ദീനാറിന്റെ 4 വേണം. അപ്പോഴാണ് കൈവെട്ടുക. അപ്പൊ 4 ദീനാർ മോഷ്ടിച്ചാൽ കൈവെട്ടും അല്ലേ? എന്നാൽ ഒരു കയ്യിന് ദിയ എത്രയാ പറഞ്ഞത്? 500 ദീനാറാണ്. അപ്പൊ അബുൽ അലാ അൽ മഅരി പറയാണ് ഒരു കയ്യിനുള്ള ദിയ 500 ദീനാർ. അത് റുബുഅ ദീനാർ മോഷ്ടിച്ചതിന് വെട്ടുക എന്ന് പറഞ്ഞാൽ തനാഖുദുൻ, അത് വൈരുദ്ധ്യാണ്. പക്ഷെ മാലന ഇല്ല സുകൂതു ലഹ, മിണ്ടാതിരിക്കാതില്ലാതെ ഒരു നിർവാഹമല്ല. അള്ളഹാനോട് നരകത്തിന് രക്ഷ തേടുക എന്ന് പറഞ്ഞിട്ട് അയാൾ ഇതിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു വർത്താനം പറയല്ല, മൂപ്പരൊരു ചിന്ത ആവിഷ്കരിക്കുകയല്ല, പിന്നെ ഇത് കളിയാക്കാണ്. ഓ ദിയ 500 ദീനാർ, അതാണിപ്പോ 500 ദീനാർ ദിയ കൊടുക്കേണ്ട ഒരു കയ്യാണിപ്പോ റുബുഅ ദീനാർ കട്ടാൽ വെട്ടണമെന്ന് പറയുന്നത്. ഇത് വൈരുദ്ധ്യാണ് എന്നിട്ട് മൂപ്പര് പരിഹസിക്കാണ്. വേറെയുണ്ട് മൂപ്പരുടെ കവിതകൾ. ഇതിന് പണ്ഡിതന്മാര് മറുപടി കൊടുത്ത എന്താ അറിയോ? 500 ദീനാർ വിലയുള്ള കൈ തന്നെയാണ്. പക്ഷേ ലമ്മ ഖാനത് ഹാനത്, ഈ കൈ കൊണ്ട് മോഷ്ടിച്ചപ്പോ പിന്നെ അതിന് വില ഉണ്ടാ? ഒരു സംഗതി മോഷ്ടിച്ചാ പിന്നെ അതിനെന്തേലും വില ഉണ്ടാ? ഇല്ല. ഖാനത്ത്, കൈ കൊണ്ട് ചതി നടത്തിയപ്പോൾ ഹാനത്ത്, വില കെട്ട്. അതുകൊണ്ടാണ് റുബുഅ ദീനാറിന് എന്ത് ചെയ്തത്? മുറിക്കേണ്ടി വന്നത്. മോഷ്ടിക്കാത്ത പവിത്രമായ കൈയാകുമ്പോഴാണ് അത് 500 ദീനാറിന്റെ കൈ. മോഷ്ടിച്ചാ പോയില്ലേ, പിന്നെന്ത് വിലയുള്ളത്? അതുകൊണ്ടാണ് റുബുഅ ദീനാറിന് വെട്ടേണ്ടി വന്നത്. അബുൽ അലായിനോട് നേരിക്ക് ബുദ്ധി അറിയിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചിലര് പറഞ്ഞത് അബുൽ അല എന്ന് പറഞ്ഞാൽ ഔന്നത്യത്തിന്റെ പിതാവ് എന്നർത്ഥം. ആ പേരല്ല ശരി, അബുൻ നുസൂൽ, അധമത്വത്തിന്റെ പിതാവ് എന്നാണ്. എന്നിട്ട് അബുൽ അലാന്റെ പേര് മാറ്റിയിട്ട്
അബുന്നുസൂൽ എന്ന് പേരിട്ടു. മാലിക്കി മദ്ഹബിലെ ചില പ്രമുഖരാണ് ഇദ്ദേഹത്തിൻ്റെ ആക്രമണത്തിന് നേരെ സാഹിത്യ ഭാഷയിൽ തന്നെ അദ്ദേഹത്തോട് എതിർക്കുകയുണ്ടായത്. ഈ ഒരു രോഗം പല ഇൽമുള്ളവരിലുണ്ട്. ഇൽമുണ്ട്, പക്ഷെ അവർക്ക് അദബില്ല. അദബിൽ പ്രധാനം അള്ളാഹുവിനോടുള്ള അദബാണ്, അള്ളാഹുവിൻ്റെ കലാമിനോടുള്ള അദബാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദബാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളോടുള്ള അദബാണ്. ആ അദബുകൾ ചിലരുടെ മുമ്പിൽ മരുപ്പറമ്പിലെ മരീചികക്ക് തുല്യമാണ് എങ്കിൽ പിന്നെ ആ മനുഷ്യൻ ഒരിക്കലും ആലിമാകൂല. യഥാർത്ഥ ആലിം, അള്ളാഹുവിനെ പേടിക്കണ ആലിമാകൂല. സമഖ്ശരി ഒരുത്തനെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ആയത്തിൽ, എന്താ സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ആയത്ത്? സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ആയത്ത് മാഷാ അല്ലാഹ്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ. ഖൈറല്ലേ, അല്ലാഹു യബാരിക് ഫീക്. മാഷാ അല്ലാഹ്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങളുടെ വെള്ളം ഭൂഗർഭത്തിലേക്ക് വറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ ആരാണ് നിങ്ങൾക്ക് സ്വച്ഛമായ വെള്ളം കൊണ്ടുവന്ന് തരിക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അപ്പോൾ ഒരുത്തൻ, അതിനല്ല നമുക്ക് കൈക്കോട്ടും മൺവെട്ടിയൊക്കെ, പിന്നെയും കുഴിക്കണം. അങ്ങനെ കുഴിച്ചു പോകുമ്പോൾ പിന്നെയും വെള്ളം കിട്ടും. നോക്കി നിങ്ങൾ, പ്രമാണത്തോടുള്ള ഒരു മര്യാദകേട് ദുഷ്ടൻ്റെത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയണ അറഅയ്തും ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ. നിങ്ങളുടെ കുടിവെള്ളം അത് ഭൂഗർഭത്തിലേക്ക് ആണ്ട് പോയിട്ടുണ്ട് എങ്കിൽ, വറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ ആരാണ് നിങ്ങൾക്ക് സ്വച്ഛമായ വെള്ളം കൊണ്ടുവന്ന് തരിക എന്നുള്ളതിന് അതൊരു ചോദ്യമാണ്. അതിന് മറുപടി എന്താ? അള്ളാഹുവിൻ്റെ അരുൾപ്പാടാണ്, അള്ളാഹുവിൻ്റെ ദയയും ആർദ്രതയും അള്ളാഹുവിൽ നിന്നുള്ള കനിവും, അതാണ് വെള്ളമായിട്ട് കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഇവൻ പറഞ്ഞെന്താ? അതിനാണ് കൈക്കോട്ട് പിന്നെയും കളക്കണം. എന്താ പറഞ്ഞതെന്ന് അറിയാം? ചരിത്രത്തിൽ കാണാം, അവൻ്റെ കണ്ണിലെ കണ്ണുനീര് വറ്റി, കണ്ണിലുള്ള വെള്ളം ഉണ്ടല്ലോ അതണ്ട് വറ്റി. കൈക്കോട്ടുണ്ടെന്ന് മാന്തട്ടെയോ ആ വറ്റിയ വെള്ളം എടുക്കാൻ? അബുൽ അലാ അൽ മഅരിയുടെ ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞേ, ഈ ആ ദുഷ്ടൻ വളരെ വൃത്തികെട്ട വാക്കുകളാണ് അവൻ്റേത് മുഴുവൻ. വിവരം പറയുന്ന വിവരക്കേടിന്റെ ആസാമി. ഇമാം ഇബ്നു കസീർ അൽ ബിദായ വൻ നിഹായയിൽ ഈ അബുൽ അലാ അൽ മഅരി പണി തീർന്നപ്പോൾ ഖബർ കൊണ്ടുപോയി വെച്ചപ്പോൾ 2 അറ്റമുള്ള ഒരു നാവുള്ള ഒരു പാമ്പ് വന്നു എന്നാണ്. അവൻ്റെ നാവ് കൊത്തി വലിക്കാൻ എന്നൊരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു അലം. അലാ കുല്ലിൻ, അത്രമാത്രം ദുഷ്ടതകൾ ഗദ്യമായും പദ്യമായും ദീനിനെതിരിൽ പറഞ്ഞിട്ട ഒരു അദബ് കെട്ട വ്യക്തിയായിരുന്നു അബുൽ അലാ അൽ മഅരി എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് ഇൽമ് വേണം, അനിവാര്യമാണ്. അതാണ് നമ്മുടെ ഇഹപര സൗഭാഗ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അനിവാര്യതക്ക് നമുക്ക് ആവശ്യമുള്ളത്. പക്ഷെ ആ ഇൽമിനോടൊപ്പം അദബ് അനുപേക്ഷണീയമാണ്, അനിവാര്യമാണ്. അതില്ല എങ്കിൽ മനുഷ്യർ മഹാനഷ്ടത്തിലും തികഞ്ഞ പരാജയത്തിലുമാണ്. അറിവുള്ളവർക്ക് ഏറ്റവും ആദ്യം അവരെ അലങ്കരിക്കേണ്ടതായ അദബ് നിഷ്കളങ്കതയും ഇഖ്ലാസുമാണ്.